പോയല്ലോ. ഇപ്പൊ നന്നായല്ലോ. ചാരു, ഇതെന്ത് മേജിക്കാ? ഇത്ര പെട്ടെന്ന് കറിയുടെ ഉപ്പൊക്കെ കുറഞ്ഞ് നല്ല ടേസ്റ്റ് ആയല്ലോ. നീ ഇതിൽ എന്താ ചെയ്തത്? അത് ബലമ്മേ, ഉപ്പും പുളിയും ചേരില്ല. ഉപ്പില്ലാതെ കുറച്ച് തക്കാളിയും ഉരുളക്കിഴങ്ങും ചേർത്ത് വഴറ്റി കറിയിലേക്ക് ഒഴിച്ചു. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തേ. സൂപ്പർ ആയിട്ടുണ്ട് ഇല്ലേ ചു? അതെ, നന്നായി മോളെ, നന്നായിട്ടുണ്ട് ചേട്ടാ. ചാരുമോളെ, ഉപ്പും മുളകും പുളിയെല്ലാം ഒരു പെട്ടിയിലാക്കി അലമാരയിൽ പൂട്ടിവെച്ചോ. അല്ലെങ്കിൽ ഇതുപോലെ കറികൾക്ക് ഉപ്പും മുളകും പുളിയൊക്കെ കൂടി നിൽക്കും. ചേച്ചി, അമ്മയൊന്ന് വിളിക്കോ? അമ്മേ വാ, വന്ന് കഴിക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. അവളുണ്ടാക്കിയത് ഞാൻ കഴിക്കാനോ? ആ, അതിനൊരു യോഗം വേണം. അതില്ലാന്ന് വെച്ചാ എന്ത് ചെയ്യാം? നീ കഴിക്കും മോളെ. ചാരുമോളെ, നന്നായിട്ടുണ്ട് കറികളൊക്കെ. മോളെ അങ്ങോട്ട് ഇരിക്കേ, ഇരുന്ന് കഴിക്കേ. വാ ചാരു. ആകാശേ, ചാരുമോളെ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ പുറത്തൊന്നും ഇതുവരെ പോയില്ലല്ലോ. രണ്ടുപേരും കൂടി അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വാ. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും അമ്പലത്തിലൊന്നും പോവാതിരിക്കരുത്. അമ്പലത്തിൽ പോകുന്ന കാര്യം മാറ്റിവെക്കാൻ പാടില്ല മോനെ. പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണമാണെങ്കിലും അതിൽ ദൈവത്തിനൊരു കൈയുണ്ടാവും. അതിപ്പോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അതിനൊരു മറുപടി ഈശ്വരൻ തരാതിരിക്കില്ല. നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിക്കണം. അത് നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസമാവും. അത് പിന്നെ മനസ്സിലായി മോനെ. ചാരുവിനെയും കൂട്ടി പുറത്തു പോകാൻ നിനക്ക് മടിയുണ്ടല്ലേ മോനെ? ചാരു നിന്റെ ഒപ്പം കളിച്ചു വളർന്നവളല്ലേ. ഇവളെയും കൂട്ടി പുറത്തു പോവാൻ നീ എന്തിനാ മടിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചൊന്ന് പോയിട്ട് വാ. അക്കുച്ചേട്ടാ, പറ. ബാലമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു മോളെ. തറവാട്ടമ്പലത്തിൽ പോണെന്ന് എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ഏത് അമ്പലത്തിൽ പോയാലെന്താ? എല്ലായിടത്തും ഒരേ ശക്തിയല്ലേ ഉള്ളത്. നിങ്ങളെന്നാ അവിടെ പോയിട്ട് വാ. ഗോവിന്ദ, വാ. ബാലമാമനോട് നുണ പറയാൻ തോന്നിയില്ല. സാരമില്ല, അമ്പലത്തിലേക്കല്ലേ, പോവാം. അക്കുച്ചേട്ടന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം.
ബാലമാമയോട് എന്തെങ്കിലും നുണ പറഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ മാറ്റിവെക്കാം. ഞാൻ പറയാം. ഒരു കാര്യം പറഞ്ഞാൽ ബാലമാമ സമ്മതിക്കും. എന്ത് കാര്യം? എനിക്ക് പീരീഡ്സ് ആണെന്ന് പറയാം. അപ്പം അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. വേണ്ട. നമ്മുടെ കല്യാണവും ഇപ്പൊ അമ്പലത്തിൽ പോകുന്നതെല്ലാം അച്ഛന് വേണ്ടിയല്ലേ? കുഴപ്പമില്ല, നമുക്ക് പോവാം. നുണ പറഞ്ഞ അച്ഛനത് മനസ്സിലാവും.